മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? അവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ എത്ര വഴി വേണം. അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവന്റെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. എന്ത് വേണ ചെയ്തോ, പക്ഷെ ദേഹോപദ്രവം ഏൽപ്പിക്കരുത്. പഞ്ചഭാവോ ഈ നടിമാരെയൊക്കെ കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് വിവാദങ്ങൾ ഉണ്ടാക്കി ജയഭാരതി എനിക്ക് കെട്ടണം എന്ന് പറയേണ്ട കാര്യമുണ്ടോ? എന്നോട് ക്ഷമിക്കണം പക്ഷേ എനിക്ക് ഇഷ്ടമാണ്. അറിയാം. മാത്രമല്ല വലിയ വലിയ നടികളെ കുറിച്ച് വളരെ വികാരപരമായിട്ട് സംസാരിക്കുന്നു. മാഡം റിലീസ് ഉണ്ടോ എന്നോട് വളരെ ഫോർമൽ ആയിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നോട്. അപ്പം റിലീസ് ഉണ്ട്, ടിക്കറ്റ് എന്നോട് ചോദിക്കാറില്ല. ഇല്ല, ഇതൊക്കെ എന്ത് ഈ നടികളെ കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ജനശബ്ദം നേടാൻ ശ്രമിക്കാന്ന് ഞാൻ കുറച്ച് കടന്നായി. അയാൾക്ക് ഇപ്പൊ കല്യാണം കഴിക്കാൻ ഒരു ആഗ്രഹമുണ്ട്. അയാൾ കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ അല്ല കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. ആ ചേരങ്ങട്ടെടുത്തേ, ഒന്നങ്ങോട്ട് മാറി 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 കൊടുക്ക്, ഇങ്ങോട്ട് ഇരുന്നാട്ടെ. കല്യാണം കഴിക്കാത്ത ഒരു നടിയാണ് കല്യാണം കഴിക്കണം എന്ന് പറയുന്നത്. അതാണല്ലേ ഇതൊരു തെറ്റാണോ? അത് തെറ്റൊന്നുമില്ല. കാണുന്ന എല്ലാ എന്തോന്നാടോ ഇത്, എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആറാട്ടന്റെ വീഡിയോ ഒക്കെ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമുക്ക് കാണാതിരിക്കാം. നമുക്കിവിടെ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഇതുണ്ട്, നമുക്ക് വേണമെങ്കിൽ റെസ്ട്രിക്ട് ചെയ്യാം. ആ വീഡിയോ വരാതിരിക്കാനുള്ള ശ്രമം നടത്തായിരുന്നു. പക്ഷെ ഇതിനൊരു നിയന്ത്രണം വേണം. എനിക്ക് നീ വിഷമിക്കാതെ ഇതിപ്പോ ശരിയാക്കി. പോളിഗമിക്കുള്ള ആംബിയർ ഉണ്ടോ? രണ്ടാം പ്രാവശ്യം പറഞ്ഞു ന്യൂസ് ഇട്ടു, ഇനി മൂന്നാം പ്രാവശ്യം വേറൊരു നടീന്റെ പേര് പറഞ്ഞ ന്യൂസ് ഇടുന്നു. ഇയാളുടെ പ്രശ്നമല്ല, ഇതൊക്കെ ന്യൂസ് കൊടുത്ത് ഇയാളെ ഇതാക്കുന്ന. എനിക്കെല്ലാമായി അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. പണ്ഡിറ്റിനെ വീട്ടിലിരുത്താവുള്ള എളുപ്പം പണിയുന്നു. ഇതിപ്പോ ശരിയാക്കി തരാം. ഇത് നിസ്സാര ഇപ്പൊ സീജ റോയ് സാറിന്റെ മരണം അല്ലെങ്കിൽ സഞ്ജു സാംസനെ കുറിച്ച് ഞാൻ എഴുതിയത് സമയം ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. മനോരമ ചാനലും മറ്റുള്ള ഏഷ്യൻ ചാനലും സന്തോഷ് പണ്ഡിറ്റ് എത്രയോ കാര്യങ്ങളിൽ സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു. ഈ കോമാളിത്തരം മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി, ഈ വ്യക്തി അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവന്റെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അല്ലെ അവന്റെ മോശത്തെ ഇതിട്ടായി ചെയ്യുന്നത്. സന്തോഷ് പണ്ഡിറ്റ് പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. അതല്ല ഉദ്ദേശം. ഇതിനകത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ വന്നിരുന്ന് ഇതിനകത്ത് വന്നിരുന്നിട്ട് വേറൊരാളെ ചാനൽ മൂന്നാംകിട ചാനൽ എന്ന് പറയുമ്പോ ഈ മനുഷ്യൻ എത്രത്തോളം നാട്ടുകാർ ഇളക്കില്ലേ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്നാലും ഇവൻ ഇങ്ങനെ ഒരു കടും കൈ ചെയ്യുന്ന ഞാൻ വിചാരിച്ചില്ല. മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. സ്വന്തമായിട്ട് ഈ യൂട്യൂബ് ചാനൽ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. നിനക്കിതെങ്ങനെ സഹിക്കാൻ കഴിയും ജോസേ? ജോസേ അങ്ങോട്ട് കൂടി ഇവരെ സംബന്ധിച്ചോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. അപ്പോഴേ നിങ്ങൾ കുറച്ചങ്ങോട്ട് മാറിയെന്നേ, ഒന്ന് മാറിയേട്ടാ. സന്തോഷ് പണ്ഡിറ്റിന്റെ ആദ്യ കാലഘട്ടത്തിൽ ചാനൽ ചർച്ച മുതൽ ഇദ്ദേഹത്തിന്റെ സിനിമ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അപരാധം എന്ന് പറയുന്ന മനുഷ്യനിൽ നിന്ന് ഞാൻ മാറി. ഇദ്ദേഹത്തിന് ഇപ്പോഴത്തെ ചാനൽ നോക്കുമ്പോൾ നമ്മൾ ആ മാറ്റം കണ്ടു. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു പോകുന്നു, അഭിപ്രായം പറയുന്നു പോകുന്നു. ഒരു നേരം പോയിട്ട് അവിടെ ചെന്നിട്ട് മൂന്നാംകിട ചാനലാണ് മറ്റാ നമ്മൾ പറയാൻ നിൽക്കാറില്ല. എന്താ തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ച. ഞാൻ എന്റെ ചാനലിൽ ഞാൻ സ്വയം കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് സ്വയം ടെലികാസ്റ്റ് ചെയ്യുന്നു. അത് ആളുകൾ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നു. സന്തോഷത്തെ കുറിച്ചുള്ള ഏറ്റവും വലിയ ബഹുമതി അദ്ദേഹത്തിൽ ഒരു നല്ല മനുഷ്യനുണ്ട്. ഇതെന്ത് മറിമായും